ഹലോ ചങ്ങാതിമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് റിലേറ്റഡ് ആയ ഒരുപാട് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരുപാട് പേർ യൂട്യൂബുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ നമുക്ക് മെസ്സേജായെല്ലാം അയക്കാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന മെസ്സേജസ് എല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നാൽ ചില ഡൗട്ടുകൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് വീഡിയോ എല്ലാം ചെയ്യുകയാണ് ചെയ്യാറ്. കാരണം ഇത് കൂടുതലായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായെല്ലാം വരാം. ഇത്തരത്തിലുള്ള ഡൗട്ടുകളെല്ലാം നോട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ആണ് ചെയ്യാറ്. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാം നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് കാലമായി ചാനലെല്ലാം തുടങ്ങി അതിൽ കുറെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് ഒന്നും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ളവർ അവരുടെ നിച്ച് എല്ലാം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിച്ച് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമാണോ? എത്തരത്തിലാണ് ഇത് നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ നിച്ച് ചേഞ്ച് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർ കുറെ കാലമായി പാചകത്തെക്കുറിച്ചെല്ലാമാണ് വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് അവരുടെ നിച്ച് ചേഞ്ച് ചെയ്യുകയും അവർ ഇത് ഡ്രോയിങ് കാറ്റഗറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്രകാരം ഡ്രോയിങ്ങിനെ കുറിച്ചെല്ലാം പുതിയ വീഡിയോസ് എല്ലാം ചെയ്ത് അവർക്ക് ആ ഒരു ചാനൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്തിലേക്ക് വന്നു. അതായത് 1,00,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇപ്പോൾ അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ അവരുടെ ചാനലിൽ നേരത്തെ അവർ പ്രതീക്ഷിച്ച ഗ്രോത്ത് ഒന്നും ലഭിക്കാത്തത് കൊണ്ടും അതുപോലെ അവരുടെ പാഷൻ പിന്നീട് തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ് അവർക്ക് ഈ ഒരു ചാനലിന് ഇത്രത്തോളം ഗ്രോത്ത് എല്ലാം വന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഒന്നും ഇല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിച്ച് ചേഞ്ച് ചെയ്ത് ഗ്രോത്ത് എല്ലാം കൊണ്ടുവരിക എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ ചാനലിന്റെ നിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓഡിയൻസിനെ പറ്റിയാണ്. നിലവിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അതായത് കറന്റ് നിച്ചിനനുസരിച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത്തരത്തിലുള്ള ഓഡിയൻസിനെല്ലാം താല്പര്യം. അതിനാൽ തന്നെ നിങ്ങൾ നിച്ച് എല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബർ അവർക്ക് ഇതിൽ താല്പര്യം വരണമെന്നില്ല. എന്നാൽ ചിലപ്പോൾ ഇത് പോസിറ്റീവായും വരാറുണ്ട്. കാരണം നിങ്ങളുടെ പുതിയ നിച്ച് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകും. അതിനാൽ തന്നെ ഇവിടെ നമ്മൾ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാറ്റത്തെ നമ്മൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ പോസിറ്റീവായി ഗ്രോ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായി ബാധിക്കാനും ഇത് കാരണമായേക്കാം. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് അധികം നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇതിനായി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള നിച്ചിൽ നിന്നും നിങ്ങൾ പുതിയൊരു നിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അതിനോട് പാഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റഡ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിച്ചാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ സെലക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലോങ് ടേമിൽ എല്ലാം സസ്റ്റെയിൻ ചെയ്യാനെല്ലാം സാധിക്കൂ. അതിനാൽ തന്നെ നിങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള ഒരു നിച്ച് സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതലായി നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന വീഡിയോസ് ആയിരിക്കണം എന്നതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന്റെ ഗ്രോത്ത് എല്ലാം കാണാൻ സാധിക്കുക. നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയി വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ഗുണം ചെയ്യും. ഇനി നമ്മൾ നിച്ച് എല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കണം ഇത്തരത്തിലൊരു ചേഞ്ചിലേക്ക് പോകേണ്ടത്. കാരണം ഇതിന്റെ ഡിമാൻഡ് അതുപോലെ എത്തരത്തിലുള്ള ഓഡിയൻസ് ആണ് ഇത് കിട്ടുക, അതുപോലെ ഇതിൽ നിന്നും നമുക്ക് എത്രത്തോളം ഗ്രോത്ത് എല്ലാം പ്രതീക്ഷിക്കാം, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി റിസർച്ച് എല്ലാം ചെയ്യുക. അതായത് നമ്മുടെ പ്ലാൻസ് അതുപോലെ ഗോൾസിനനുസരിച്ച് അലൈൻ ചെയ്യുന്ന ഒരു നിച്ച് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ ബ്രാൻഡിങ് ടോട്ടലായി മാറാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പല നിച്ചും നമ്മൾ ചേഞ്ചസ് എല്ലാം വരുത്തുമ്പോൾ നമ്മുടെ ചാനലിന്റെ നെയിം, ചാനൽ ലോഗോ, ചാനൽ ആർട്ട്, ചാനൽ ബാനർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായി വരും. കാരണം പുതിയ ഒരു കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ചേഞ്ചസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായി വരും. അതിനാൽ തന്നെ പഴയ ബ്രാൻഡിങ് നമ്മൾ ഒഴിവാക്കി പുതിയ ഒരു ബ്രാൻഡിലേക്ക് മാറേണ്ടതായി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പുതിയ നിച്ച് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നിച്ച് എല്ലാം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കറന്റ് ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു വീഡിയോ എല്ലാം ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിച്ച് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് അവരിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെല്ലാം ഉണ്ടാകും.
അതിനാൽ തന്നെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കണ്ടെത്താനും ഇത് നിങ്ങളെ സഹായിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ പുതിയൊരു നിച്ചിലേക്ക് മാറുന്നത് ഇത് അവർക്ക് ഷോക്കിംഗ് ഉണ്ടാക്കുകയുമില്ല. അതിനാൽ തന്നെ ഇപ്രകാരം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തതിന് ശേഷം പുതിയ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ നിച്ച് എല്ലാം ചേഞ്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പേടിയെല്ലാം ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഈ ഒരു മാറ്റം ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടമാകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ പതുക്കെ പതുക്കെ ഒരു പുതിയ നിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അതായത് നിങ്ങൾ കറന്റ്ലി ചെയ്യുന്ന നിച്ചിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു നിച്ചിലുള്ള വീഡിയോസ് പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളെല്ലാം വരുത്തി നിങ്ങളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ നിച്ച് നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്